മാസപ്പടി കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ SFIO കേസിൽ പ്രതിയായതോടെ CPM-ഉം കടുത്ത പ്രതിരോധത്തിൽ ആവുകയാണ്. കൂടുതൽ നടപടികളിലേക്ക് EDയും SFIOയും കടക്കുന്നത് മുഖ്യമന്ത്രിക്കും തിരിച്ചടിയാകും. അതേസമയം SFIO നടപടി രാഷ്ട്രീയ അജണ്ട എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പുറത്തുവരുന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ CPM-നെ തളർത്താൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയ പ്രേരിതമായി നേരിടുമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേർന്നുണ്ട്. വിനീഷ, ഒരുപക്ഷെ മാസപ്പടി കേസിൽ ശക്തമായ കുരുക്കാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും ഈ ഒരു കുരുക്ക് മുറുകുന്നത്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഏത് ന്യായീകരണം ഇറക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ വീണ്ടും ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനത്തിലാണ്. അതിലേക്ക് അത് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. പക്ഷേ ഭാവിയിലും ഇപ്പം മുനമ്പമല്ല, ചിലപ്പോൾ വേറൊരു വിഷയമായിരിക്കും വരുന്നത്. അത് വഖഫായിട്ട് ബന്ധപ്പെട്ടായിരിക്കില്ല, വേറെ ഒരു നിയമവുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഇത് വന നിയമത്തിൻ്റെ കാര്യത്തിൽ വന്നില്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വന്യമൃഗത്തിൻ്റെ കാര്യത്തിൽ അവിടെ കൃത്യമായ ഒരു നിയമം, ഒരു പ്രിസംഷനാണ് കൊടുത്തിരിക്കുന്നത്. വനത്തിൻ്റെ പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവിച്ചാൽ പോലും പ്രിസംഷൻ, അവൻ കുറ്റക്കാരനാണ്, അവൻ പോയി തെളിയിക്കണം ആരാണോ കുറ്റക്കാരനല്ലാന്ന്. അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് ഒരു ഭേദഗതി വരുത്തണം എന്നുണ്ടെങ്കിൽ കേന്ദ്രം ഇടപെട്ടേ പറ്റൂ. ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ശ്രമം തീർച്ചയായിട്ടും സർക്കാർ ചെയ്യുന്നുണ്ട്. അത് ചെയ്യും എന്നുള്ളത് തന്നെ വിശ്വാസമുണ്ട്. അങ്ങ് ഇന്ന് കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ഇതെങ്ങനെയാണ് മുനമ്പംകാരെ സഹായിക്കുക എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. മന്ത്രി അതിന് കൃത്യമായൊരു ഉത്തരം പറഞ്ഞതുമില്ല. യഥാർത്ഥത്തിൽ മുനമ്പത്തെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. അല്ല, അതിപ്പം നമ്മൾ ഇതിൻ്റെ എഫക്ട്സ് എത്രമാത്രമുണ്ട്, കോടതിയിൽ പോകുമ്പോഴും അത് എത്രമാത്രമുണ്ട് എന്ന് കാത്തിരുന്ന് കാണുന്നത്. പല ഇൻട്രിക്കസീസ് ഉണ്ട് ഇതിനകത്ത്, ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, ഇതിനകത്ത് ഹ്യൂമൻ ഒരു ക്രൈസിസും ഉണ്ട്, അല്ലേ, സാമൂഹ്യമായ ഒരു വിഷയമുണ്ട്. പക്ഷേ അത് നമ്മൾ പതുക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇവർ ഈ നിയമം കൊണ്ടുവരുമ്പോൾ മുനമ്പത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ കേന്ദ്രം സംസാരിക്കുമ്പോഴും അതിനകത്ത് പരിഹാരം കാണാൻ ഇതുകൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം തരേണ്ടതാണ്. പക്ഷേ എന്താകട്ടെ, അതിൻ്റെ പോസിറ്റീവ് വശം എടുത്തു, അതെടുത്തിട്ട് അതുകൊണ്ടാണ് കോടതി പോകാനുള്ളതിന് നമ്മൾ പിന്താങ്ങുന്നത്. അല്ല, ഞാൻ കൃത്യമായി സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. അതിനൊരു വിശ്വാസക്കുറവുമില്ല. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമുണ്ട് നയത്തിൽ. ഓരോ നിയമങ്ങൾ വരുമ്പോൾ ആ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ അനാലിസിസ് ചെയ്ത് കേന്ദ്രത്തിൽ നമ്മൾ അത് ഇടപെടലുകൾ നടത്തുമ്പോൾ അങ്ങനെ ഒരു മാറ്റേണ്ട കാര്യമല്ലോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ വോട്ടിന് എതിരായിട്ട്, ഈ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യുമോ? ഇതിപ്പോൾ ഇതായല്ലോ. അല്ല, അതിനകത്ത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ CPM-ഉം പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കറിയാം, സാമ്പത്തികമായും അതോടൊപ്പം തന്നെ നമ്മുടെ വികസനത്തിനെ തകർക്കുന്ന രീതിയിൽ ഇന്ന് കേന്ദ്രം ഈ പറയുന്ന സംസ്ഥാനത്തിനെതിരെ നീങ്ങിയിട്ടുണ്ട്. ആ ഇടപെടലുകളുടെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇതിനെയൊക്കെ കാണേണ്ടത്. നിയമ ഭേദഗതി ബില്ല് സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മറുപടി നൽകുകയായിരുന്നു രാജ്യസഭാംഗം ജോസ് കെ മാണി. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ സൂചിപ്പിച്ച മാസപ്പടി കേസിലേക്കാണ് വീണ്ടും പോകുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുതന്നെയും കൂടുതൽ നടപടികളിലേക്കാണ് EDയും SFIOയും കടക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയും CPM-ഉം കടുത്ത പ്രതിരോധത്തിലാവുകയാണ്. ഒപ്പം ഈ ഒരു ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണം കൂടി പുറത്തു വന്നിരുന്നു. ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ്, ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായി നേരിടും എന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ, ഒരുപക്ഷെ നമുക്കറിയാം, ശക്തമായ ഒരു പ്രതിരോധം തീർക്കുകയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും. ഒരുപക്ഷെ ഈ ഒരു കേസിൽ അതിൻ്റെ നിർണായകമായ അന്വേഷണ തലങ്ങളിലേക്ക് കടക്കുകയാണ് SFIOയും EDയും. ഒരുപക്ഷെ ഇനി എത്രത്തോളം ന്യായീകരണങ്ങൾ ഇറക്കിയാലും ഒരു ഫലവുമില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഒപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഒരു വിഷയം രാഷ്ട്രീയ പ്രേരിതമാണെന്നൊരു പ്രതികരണം മുന്നോട്ട് വെച്ച MV ഗോവിന്ദൻ്റെ വാക്കുകളിലും കാണാൻ സാധിക്കുന്നത് ഒരു ഭയം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു കേസ് അന്വേഷണം ഇനി എത്തിച്ചേരുന്നത് എവിടെയെല്ലാമാണ്, ഏത് നേതാക്കന്മാരിലേക്കാണ്, അത്തരമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ എന്തിനേലും CPM-ന് മുഖ്യമന്ത്രിക്കും കടുത്ത പ്രതിരോധം തന്നെയല്ലേ?
തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ചരിത്രത്തിലേക്ക് തന്നെയാണ് പിണറായി സർക്കാർ കടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കും അല്ലെങ്കിൽ കുടുംബങ്ങൾക്കുമെതിരെയും ഇത്തരത്തിലുള്ള ഒരു കേസ് പല രീതിയിലുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ മകളെ ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ CMRL ബന്ധപ്പെട്ട കരാറ് ഒപ്പം തന്നെ പണം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ മുഖ്യമന്ത്രി ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ നിലവിൽ പ്രതിപട്ടികയിൽ എത്തുമ്പോൾ പാർട്ടിയും CPM നേതൃത്വവും ഒപ്പം തന്നെ സർക്കാരും വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. കാരണം രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെയും കേരള രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകനോ മകളോ ഇത്തരത്തിൽ ഒരു കേസിന്റെ പ്രതിപട്ടികയിൽ എത്തുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ CPM നേതൃത്വത്തിനും അത് വലിയ തിരിച്ചടിയാകുന്നു. ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം തന്നെയാണ് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയം മുമ്പ് പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. ഈ കേസ് നിലവിൽ ഡൽഹി ഹൈക്കോടതിയിൽ SFIO നൽകിയ ആ ഒരു പരാതി അല്ലെങ്കിൽ SFIയുടെ കേസുമായി ബന്ധപ്പെട്ടത് ആ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ ഡൽഹി കോടതിയിൽ പോയിട്ടുണ്ട് എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ കഴിഞ്ഞ 2024 ഇത്തരത്തിൽ ഈ കേസ് വന്നു. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നു വന്നു. വലിയ അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരായി ഉയർന്നു വന്നപ്പോഴും മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് ഇത്തരത്തിലാണ്. തൻ്റെ മകളുടെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് കമ്പനി നൽകിയ സേവനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി നടത്തിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എക്സാലോജിക്കിൽ നിന്ന് CMRL നിന്ന് പണം എക്സാലോജിക്കിലേക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നൽകുന്നത് എന്ന സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്. അതിന് തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇത്തരത്തിലുള്ള ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അപകീർത്തിപ്പെടുത്താനും മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാനുമുള്ള ശ്രമമാണ് പല കോണുകളിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള മാസപ്പടി വിവാദമോ അല്ലെങ്കിൽ മാസപ്പടി എന്ന തരത്തിലുള്ള ഒരു അഴിമതിയോ ഉണ്ടായിട്ടില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് അന്നുണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും പിടിച്ചു നിൽക്കാനാകാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാരണം പ്രതിപക്ഷത്തിൽ നിന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിലായി പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ സംഘടനകൾ BJP അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ പരസ്യമായി തന്നെ നിരത്തുകളിലിറങ്ങി പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഈ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന് CPM-ഉം പാർട്ടി നേതൃത്വവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കമുള്ളവർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെ ടാർഗറ്റ് ചെയ്യുന്നു, മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നു. അത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ പുറത്തിറക്കി തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ കേസും മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇനി വീണയെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. FIO അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നാൽ അത് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി വലിയ രീതിയിൽ ഉണ്ടാകും. FIOയ്ക്ക് നിലവിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്കൊക്കെ കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം അനുവാദം നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു പ്രതിരോധമാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ വിവിധ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. വിഷ്ണു. ശരി, വി വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.